ലീഡറുടെ ഏത് ഗുണമാണ് യഥാർത്ഥത്തിൽ പത്മജ സ്വാംശീകരിച്ചു എന്ന് വിചാരിക്കുന്നത്? അല്ല, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ്റെ എപ്പോഴും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന്, കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി. ആ രീതി അച്ഛൻ ഏത് വളഞ്ഞ വഴി അച്ഛൻ പോകും. അതായത് എന്ത് വില കൊടുത്തും വാങ്ങും. ആ ഒരു രീതി ഞാനും കുറച്ച് ആ രീതിയാണ്. അച്ഛൻ്റെ ഒന്നും ഒപ്പത്താൻ എനിക്ക് പറ്റില്ല. അതെ അതെ, അത് എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ്റെ ആ ഒരു രീതി. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് തളരാത്ത ആ ധൈര്യം, അതിന് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതായത് അച്ഛനും മുരളിയേട്ടനും ഒരേ സമയം ഇലക്ഷൻ നോക്കുക പാർലമെൻറ്റ് ഇതിൽ. അത് കഴിഞ്ഞ് ഞാനൊരു 5:30 മണിയായപ്പോൾ നമ്മളൊക്കെ ഏകദേശം നമുക്കൊക്കെ മനസ്സൊക്കെ ഒന്ന് തളർന്നു, രണ്ടുപേരും തോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് മുകളിൽ കയറി വരുമ്പോൾ എന്നെ കണ്ട് സ്ഥിരം ഒരു കണ്ണിറുക്കി ചിരിയുണ്ട്. കണ്ണിറുക്കി ചിരിച്ചു. അപ്പം ഞാൻ ഓ ശരി, രണ്ടുപേരും കൂടെ ആയപ്പോൾ അച്ഛനെന്താ മനസ്സിൻ്റെ ഉള്ള സമനില തെറ്റിയ ആള് കൂളായി. ഒരു 5:30 മണി 6:30 ട്രെയിനിനാണ് പോവുക. പെട്ടിയൊക്കെ ഒക്കെ ആരെ കൊണ്ടൊന്നും എടുത്തു വെപ്പിക്കില്ല. തീരെ വയ്യാതായ പിന്നെയാണ് ആളുകൾ. മറ്റേ അച്ഛൻ തന്നെ എല്ലാം എടുത്തു വെക്കുക. ഒക്കെ എടുത്തു വെച്ചു, പെട്ടി ഒതുക്കി. ഞാൻ ഇറങ്ങുക മോളേന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാ അച്ഛാന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഗുരുവായൂർക്ക് പോകണു. ഞാൻ പറഞ്ഞു എന്താ ഗുരുവായൂർക്ക് പോയിട്ട് എന്ത് പറയാനാ, തോറ്റ കാര്യം പറയാൻ പോവാണോ ചോദിച്ചു. ജയിച്ചത് പറയേണ്ട സ്ഥലത്ത് പിന്നെ നമ്മൾ തോറ്റതും പറയാണ്ട് പറ്റുമോ? അപ്പോൾ ആളുടെ അടുത്ത് പോയി അപ്പോൾ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അച്ഛന് ഗുരുവായൂർ. സന്തോഷങ്ങളായാലും സുഖങ്ങളായാലും നമ്മളെക്കാളും കൂടുതൽ എനിക്കൊന്ന് പങ്കിട്ടുള്ളത് ഭഗവാനായിട്ടായിരിക്കും അച്ഛൻ. പത്മജിയും ആ ഒരു പാരമ്പര്യം ഞാനും 10-21 കൊല്ലമായിട്ട് ഒരു മാസം മുടങ്ങാതെ ഗുരുവായൂർ പോകും. അതിന് ഇന്ന് വരെ ഒരു മുടക്കം വരുത്തിയില്ല. ആകെ അച്ഛൻ മരിച്ച സമയത്തും അമ്മ മരിച്ച സമയത്തും മാത്രമേ, ആ സമയത്ത് ഞങ്ങൾക്ക് പെലയുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും പോയിട്ടുണ്ട്. ഡോക്ടറെ, ഈ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ താളപ്പിഴകൾ അവിടെ എനിക്കൊന്ന് മക്കളെക്കാളും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ മരുമകനായിരുന്നു. എന്താ കാരണം വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം വേറെ ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ഡോക്ടർക്ക് അതില്ല. ഡോക്ടർക്ക് അത് വലിയൊരു എന്താ പറയണ്ടേ, ഒരു പൊതു സംസർഗമില്ല. ഈ കുടുംബം മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയുള്ളൊരു അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. തീരെ കൈക്കൂലിയൊന്നും വാങ്ങാത്ത, എന്നും അച്ഛൻ്റെ പേര് നാരായണമേനോൻ എന്ന് പറഞ്ഞാൽ കേരളം ഇൻകം ടാക്സിൽ മുഴുവൻ പ്രസിദ്ധമാണ്. അപ്പോൾ ആ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ടും അങ്ങനെയാണ് ഞങ്ങൾ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനൊരു സെറ്റപ്പിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചു എവിടെ ചെല്ലും എന്തൊക്കെയോ വലിയ ഭൂതം പോലത്തെ ആയിരിക്കും. പലരോട് പറഞ്ഞു എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഈവൻ രാജൻ കേസിൻ്റെ വിധി 13-ാം തീയതി, 25-ാം തീയതി ആണ് ഞങ്ങളുടെ കല്യാണം, മാർച്ച് 79. ഒരു പക്ഷേ ഭാര്യയുടെ അച്ഛൻ ജയിലിലായിരിക്കും. അതെ, എന്ന് പോലും ക്ഷണിക്കാൻ. അപ്പം ഞാനൊരു മകനാണ്, ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും ഒറ്റ മകനല്ലേ ഉള്ളൂ, എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഇനിയിപ്പോൾ അദ്ദേഹം ജയിലിലായിരിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹം, എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അത് ഞാൻ തീരുമാനിച്ചു, അത് മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, അച്ഛൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചു ഡോക്ടർ അച്ഛൻ. അതിനിപ്പോ കരുണാകരനല്ലേ ജയിലിൽ പോളൂ, മോള് ജയിലിൽ പോയില്ലല്ലോ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോണത് മോളെയല്ലേ എന്റെ അടുത്ത് പറയും അച്ഛനോടുള്ള ആരാധന കൊണ്ടാണ് എന്നെ ആദ്യം കല്യാണം. തീർച്ചയായിട്ടും ആരാധന പിന്നാലെ വന്നുള്ളൂ.